അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഈ ധന്യസായാഹ്നത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഓ നമോ നാരായണപൂർവമായ നമസ്കാരം. ഹിന്ദുധർമ്മം എന്താണ് സങ്കല്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനം നമ്മുടെ ആചരണ പദ്ധതികളൊക്കെ 3 തലങ്ങളിലായിട്ടാണ്. അത് തുടങ്ങുന്നത് പിതൃയാനത്തിലാണ്. ആ പിതൃപരമ്പരകളെ സ്മരിച്ച് പിതൃപരമ്പരകൾക്ക് തർപ്പണം ചെയ്ത് നമ്മൾ ദേവതായാനത്തിലേക്ക് കടക്കുകയാണ്. മഹാലയ ശ്രാദ്ധം എന്ന പൂർണ്ണമായിട്ടുള്ള പിതൃക്രിയയിൽ ഏറ്റവും അവസാനത്തെ സങ്കല്പം അതീതകുലകോടീനാം സപ്തദ്വീപനിവാസിനാം പ്രാണിനാമുദകം ദത്തം അക്ഷയം ഉപതിഷ്ഠം. പ്രപഞ്ചത്തിലാകെ, ഭൂമിയിലാകെയുള്ള 7 ദ്വീപുകളിലായി വിഹരിക്കുന്ന കോടിക്കണക്കിന് കുലങ്ങളിലെ എല്ലാ പ്രാണികൾക്കുമായി ഞാൻ ഈ ഉദകം സമർപ്പിക്കുന്നു. അവയെല്ലാം അക്ഷയമായി നശിക്കാതെ ഇരിക്കട്ടെ, സ്ഥിതി ചെയ്യട്ടെ. ഈ പ്രപഞ്ചത്തിൻ്റെ അക്ഷയമായ സ്ഥിതിയിലാണ് എൻ്റെയും അക്ഷയമായ സ്ഥിതി. ആ പാരമ്പര്യത്തിൽ നിന്ന് വേറിട്ട ഒന്നല്ല ഞാൻ. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതിക്കായിട്ടുള്ള പ്രാർത്ഥനയാണ് ഹിന്ദുധർമ്മം ഈ ധർമ്മത്തിൻ്റെ അനുയായികളായ ഓരോരുത്തരോടും ഉപദേശിക്കും. ലോകത്തിൽ ഒരുപാട് സംസ്കൃതികൾ അതിപുരാതന കാലം മുതൽ നിലനിന്ന് വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രദേശത്ത് മായ സംസ്കാരം, ഇങ്ക സംസ്കാരം, ആഫ്രിക്കയിലെ നിരവധി സംസ്കാരങ്ങൾ, വളരെ വിഖ്യാതമായിട്ടുള്ള ഗ്രീക്ക് സംസ്കാരം, അങ്ങനെയുള്ള എല്ലാ സംസ്കൃതികളും ഓരോരോ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അധിനിവേശങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. പക്ഷെ 3 തലമുറയിലേറെ, ഏതാണ്ട് ഒരു 300 വർഷം കുറച്ച് കൂടുതൽ കണ്ടാൽ പോലും അതിലേറെ അധിനിവേശ സംസ്കൃതിയുടെ അധിനിവേശത്തിന് കീഴിലിരുന്ന ഒരു സംസ്കൃതിയും അതിജീവിച്ചിട്ടില്ല. എന്നാൽ പതിറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകളല്ല, 1000-ലേറെ വർഷങ്ങൾ അധിനിവേശം അതിൻ്റെ എല്ലാ കൗശലങ്ങളോടെയും എല്ലാ ഭീകരതയോടെയും ഈ ഭാരതത്തിൽ പല വിധത്തിലുള്ള അതിക്രമങ്ങൾ നടത്തിയിട്ടും ആ സനാതനധർമ്മം, ഹിന്ദുധർമ്മം ഈ ഭാരതത്തിൻ്റെ ഭൂമിയിൽ ഗംഗ എങ്ങനെയാണോ അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ധർമ്മത്തെ സനാതനം എന്ന് വിളിക്കുന്നത്. അത് പ്രപഞ്ചത്തിൻ്റെ ധർമ്മമാണ്, പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ധർമ്മം. ആ ഹിന്ദുധർമ്മം, ഹിന്ദുത്വം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അത് സ്വാതന്ത്ര്യമാണ്. എന്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ നമ്മളിലെ ഏറ്റവും ഉന്നതമായതിനെ സാക്ഷാത്കരിക്കാനുള്ള സ്വാതന്ത്ര്യം. വ്യക്തിതലത്തിൽ ആ ഉന്നതിയെ പ്രാപിച്ച് അതിലൂടെ നമ്മുടെ കുടുംബത്തെ ആ ഔന്നത്യത്തിലേക്ക് ഉയർത്തി നമ്മുടെ സമാജത്തെ ഒപ്പം ആ ഔന്നത്യത്തിലേക്ക് കൊണ്ടുവന്ന് ദേശത്തെ സമൃദ്ധവും ശക്തവുമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം.